Hello my dear friends, once again welcome back to my channel Midun Travel Tech. ആക്ച്വലി ക്യാൻവയുടെ അപ്ഡേറ്റ്സിനെ കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. എന്നിരുന്നാലും ഇത്തിരി വൈകിപ്പോയി. വീഡിയോ തന്നെ ഇട്ടിട്ട് തന്നെ കുറച്ച് ആയി. ഈ വീഡിയോ ഇത് കാണുന്ന പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 100% ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. കാരണം ക്യാൻവയുടെ അപ്ഡേറ്റ്സ് അത്രമാത്രം ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഇത്രത്തോളം ഫ്രീ വേർഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ്സ് ക്യാൻവ വരുത്തിയിട്ടുണ്ട് എങ്കിൽ വേറൊരു ആപ്പും ചെയ്യാത്ത ഒരു അപ്ഡേറ്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 100% വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡിസൈൻ ചെയ്യുവാൻ സാധിക്കുന്ന തക്ക തരത്തിലുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്യാൻവ ഇന്ന് കേവലം ഒരു പോസ്റ്റർ ഡിസൈൻ മാത്രമുള്ള ഒരു ആപ്പല്ല. വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. PDF-ൽ ക്ലിക്കബിൾ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വണ്ടർഫുൾ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്കറിയാം ക്യാൻവയുടെ എല്ലാ അപ്ഡേറ്റ്സും ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പലരും ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളായിരിക്കാം ഈ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റർ ഡിസൈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല അപ്ഡേറ്റ്സുകൾ ക്യാൻവയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അത് കുറച്ച് കാണിച്ചു തരാനും അതിൻ്റെ കുറേ ഐഡിയാസും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ പൊസിഷൻസ് ആൻഡ് അലൈൻമെൻറ്റ്, അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഡിസൈൻ വളരെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. ക്യാൻവയുടെ ബേസിക് അറിയാത്തവർക്ക്, അതായത് ക്യാൻവ എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് ക്യാൻവയുടെ എല്ലാ ബേസിക് ഉൾപ്പെടെ അതിൻ്റെ എല്ലാ ടൂൾസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് മുകളിൽ കാണുന്നത്. അത് കൂടാതെ ആ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ, ഇതിൻ്റെ ബേസിക് അറിയാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഇത് ഞാൻ ഒരു വേർഷൻ, ഇതിൻ്റെ പ്രോ വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്യാൻവയുടെ പ്രോ വേർഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോ വേർഷനിൽ നമുക്ക് ഏത് ഫോട്ടോസും എല്ലാം അൺലിമിറ്റഡ് ആണ്. ക്യാൻവ ഫുള്ളി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയതിനു ശേഷം നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു APK ഫയൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ പോലും അതിൻ്റെ പ്രോ വേർഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പ്രോ വേർഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന്, അപ്പോൾ ഇത് ഫുള്ളി പ്രോ വേർഷനാണ്. ഇതിൽ എല്ലാ പെയ്ഡും എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനൊരു ഫോട്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം ഫ്രീ തന്നെയാണെന്ന്. അതല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രോ എന്ന് എഴുതി കാണിക്കും. പക്ഷേ ഇത് അതിലില്ല. അതുമാത്രമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവറും ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്രോ വെർഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ നിങ്ങൾക്കറിയാം, അത് പ്രോ വെർഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡൺ. അപ്പം ഈ പ്രോ വെർഷനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ക്യാൻവ ഓൾഡ് വെർഷൻ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ഈ ഒരു പൊസിഷൻ, ഈ ഒരു അലൈൻമെൻറ്റ് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള ഈ ഒരു അലൈൻമെൻറ്റ് മാത്രമാണ് നമുക്ക് ലഭ്യമായിരുന്നത്. അതിൽ നിന്നുള്ള എത്രയോ വിസ്മയകരമായ രീതിയിലാണ് അതിൻ്റെ ഓരോ ഓപ്ഷനും വന്നേക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ 1 by 1 ആയിട്ട്, അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പൊസിഷൻ. നമുക്ക് താഴെ കാണുന്ന ഓപ്ഷനിൽ ഉള്ള പൊസിഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം തരം ഓപ്ഷനാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഓരോന്നായി ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പോസ്റ്ററിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ബോക്സുകൾ, എലമെൻസുകളെല്ലാം ആഡ് ചെയ്യും. അതെല്ലാം നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് ഓരോന്നിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് ലൈൻ കറക്റ്റ് ചെയ്യാൻ, അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ സമയം ഒത്തിരി എടുക്കുകയും നമുക്ക് ഒത്തിരി അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. എന്നാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇത് നമുക്ക് ഇഷ്ടപ്രകാരം
പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം. ആദ്യമായിട്ട് ഇത് സെലക്ഷൻ പഠിക്കണം. അതായത് ഈ സെലക്ഷൻ ഓപ്ഷൻ തന്നെ ഇതിൽ കിട്ടി എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു എലമെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരു ഗ്രൂപ്പാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും, എലമെന്റ് സെലക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ആ എലമെന്റ് സെലക്ട് ആയതിനു ശേഷം പിന്നെ തൊട്ടടുത്തുള്ള എലമെന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ 4 ബോക്സിൽ ഞാൻ ഇപ്പം സെലക്ട് ചെയ്യണമെങ്കിൽ ആ 4 ബോക്സും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 എലമെന്റ്സ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് മുകൾ ഭാഗത്ത് വരും. അത് തന്നെ ഇതിൻ്റെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അതുപോലെ തന്നെ സെലക്ട് ചെയ്തേക്കാണ്. 4 ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ്. അത് ഡിസോർഡർ ആക്കി വെച്ചേക്കാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ ഡിസോർഡർ ആയിട്ടിരിക്കുന്ന ഈ എലമെന്റ്സ്, ടെക്സ്റ്റ്, ഇപ്പം ഫോട്ടോസ്, അങ്ങനെ 4 ഓപ്ഷൻ ആണെങ്കിൽ അത് 4 നമ്മൾ ഒരുമിച്ച് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ പൊസിഷൻ പോയിട്ട് ഞാൻ ബോട്ടം എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എല്ലാം ഒരൊറ്റ ലൈനിൽ തന്നെ അലൈൻമെൻറ്റ് ചെയ്തു വന്നു, പൊസിഷൻ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര സുഖകരമായി നിങ്ങൾക്ക് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കാണുന്ന ഈ പൊസിഷൻ നിങ്ങൾ ഇപ്പോൾ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഇരിക്കുന്ന നിങ്ങളുടെ 5-6 എലമെന്റ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഒരേ രീതിയിലാക്കാൻ ആ പൊസിഷന്റെ ഉള്ളിൽ തന്നെയുള്ള പൊസിഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഈവൻലി സ്പേസ് എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ തന്നെ കാണുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഓരോ എലമെന്റിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പുകൾ ഒരേ രീതിയിലാകും. അതും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷന്റെ പേരാണ് ടൈഡി അപ്പ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസോർഡറായി ഇരുന്ന നമ്മുടെ എലമെന്റ്സ് മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന ഈ എലമെന്റ്സിൽ ഈ ടൈഡി അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം കണ്ടോ? എല്ലാം ഒരൊറ്റ ഷേപ്പിൽ തന്നെ വന്ന് കിട്ടിയിരിക്കുന്നു. ഇവിടെ സംഭവിച്ചത് അതിൻ്റെ ഈവൻലി സ്പേസും കറക്റ്റായി, അതിനോടൊപ്പം തന്നെ ഡിസോർഡറായി കിടന്നിരുന്ന അതിൻ്റെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെയേറെ അഡ്വാൻറ്റേജായി എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്കൊരു ചെറിയ മണ്ടത്തരം സംഭവിക്കാൻ ചിലപ്പോൾ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആ പൊസിഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മിഡിൽ സെൻറ്റർ ഭാഗത്തേക്ക് ഇതെല്ലാം മൂവ് ചെയ്യണമെങ്കിൽ ഇതെല്ലാ ഗ്രൂപ്പും ഒരുമിച്ച് നമ്മൾ അലൈൻ ചെയ്ത എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഗ്രൂപ്പ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ഇതുപോലെ നേരത്തെ നമ്മൾ പഠിച്ച പോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിപ്പോൾ ലെഫ്റ്റോ റൈറ്റോ ടോപ്പോ സെൻറ്ററിലേക്കും ഒരുമിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്യണം. താഴെ തന്നെ കാണുന്ന ഗ്രൂപ്പ് ഓപ്ഷനിൽ ഗ്രൂപ്പ് ചെയ്താൽ മാത്രമേ ഈ മിഡിൽ സെൻറ്റർ എല്ലാം ഒരുമിച്ച് ഇത് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്രൂപ്പിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു പോസ്റ്ററിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഉണ്ടാവും, അതിൻ്റെ താഴെ 1-2 എലമെൻറ്റുകൾ ഉണ്ടാകാം, ചിലപ്പോൾ പിക്ചേഴ്സ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതൊരു കുറച്ച് താഴെ കൊടുത്തേക്കുന്നത് കുറച്ച് പിക്ചേഴ്സും എലമെൻറ്റും ഒക്കെ ആയിട്ട് സങ്കല്പിക്കുക. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ടെക്സ്റ്റും കൂടി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഒരുമിച്ച്, അതായത് ഈ താഴെ കാണുന്ന റോയിൽ കാണുന്ന ഈ എലമെൻറ്റ്സും അതിൻ്റെ മുകളിൽ കാണുന്ന ടെക്സ്റ്റും കൂടി ഒരുമിച്ച് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ചെയ്യുന്നത് നമുക്ക് വളരെ സഹായകരമാകും. വേറെ ഒന്നുമില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം മുകളിൽ കാണുന്ന ടെക്സ്റ്റും കൂടി അതിൻ്റെ കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഗ്രൂപ്പ് ചെയ്യാനും സാധിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അൺഗ്രൂപ്പും ആകും. ഓക്കെ, ഇനി നമുക്ക് വളരെ ഒരു നഡ്ജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് പഠിക്കാം. അത് ശരിക്കും വളരെ നാരോ മൂവ്മെൻ്റ് എല്ലാം ചെയ്യാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നഡ്ജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. പ്രത്യേകിച്ച് ലോഗോ പോലുള്ള ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒന്ന് തന്നെയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ക്യാൻവയിലെ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം ആക്ച്വലി ഇതൊരു കടലാണ്.
ഇത് നമുക്ക് നമ്മുടെ ഡിസൈന് നമുക്ക് അനുയോജ്യമായ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ കുറേ കീവേഡ്സുകൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിനെക്കുറിച്ച് മാത്രം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വിശദമായി പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നഡ്ജ് എന്ന് പറയുന്ന ഈ ബട്ടൺ. ഈ നഡ്ജ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ആരോസ് കിട്ടും. ഈ ആരോസ് ഉപയോഗിച്ച് നമുക്ക് വളരെ നാരോ മൂവ്മെൻറ്റ് നടത്താൻ പറ്റും. നിങ്ങൾ മൊബൈലിലൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്ക്രീൻ ഇതുപോലെ നിങ്ങൾ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് മാക്സിമം എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടോപ്പിലേക്കോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അതുപോലെ താഴത്തേക്കോ എങ്ങനെ മൂവ് ചെയ്താലും സാധിക്കും. ഇതിപ്പം നമ്മുടെ ലോഗോ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് അല്പം ചേഞ്ച് ചെയ്യാൻ, ചിലപ്പോൾ നിങ്ങൾ ഫിംഗർ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആവില്ല. ആ സമയത്ത് വളരെ യൂസ്ഫുള്ളായ ഒരു ബട്ടണാണ് നഡ്ജ് എന്ന് പറയുന്ന ബട്ടൺ. അത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലോങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ട്യൂട്ടോറിയലും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രോ വേർഷനും എങ്ങനെ കിട്ടും എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കീപ് വാച്ചിങ്. താങ്ക് യു.